ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഗ്രൂപ്പ്സ് അഥവാ സാമൂഹ്യ സംഘങ്ങൾ. എന്താണ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു വ്യക്തികളുടെ കൂട്ടായ്മ, അതുപോലെ കുറച്ച് വ്യക്തികൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാം. പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കിട്ട് ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് സാമൂഹ്യ ഗണം. ഈ ഗ്രൂപ്പുകൾക്ക് വലിപ്പം, ഘടന, ഉദ്ദേശം എന്നിവയിൽ വ്യത്യാസമുണ്ടാകാം. കൂടാതെ വ്യക്തികളുടെ വ്യക്തിത്വങ്ങളും പെരുമാറ്റങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കണം. എക്സാമ്പിൾസ്, സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ക്ലബ്ബുകൾ, ടീമുകൾ, കമ്മ്യൂണിറ്റികൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ ഒരു കൂട്ടായ്മ. എന്ത് ഉദ്ദേശത്തോടെയാണ് ആ ഒരു ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? ആ ആളുകൾക്ക് ഒരു സമാന സ്വഭാവങ്ങളും അതുപോലെ സമാനമായിട്ടുള്ള താല്പര്യങ്ങളും ഒരു പ്രത്യേക ലക്ഷ്യങ്ങളും അതൊക്കെ പങ്കിട്ട് യൂണിറ്റായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് അഥവാ സാമൂഹിക ഗണം എന്ന് പറയുന്നത്. ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അവരുടെ ആ ഒരു ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പർപ്പസ് അനുസരിച്ചിട്ട് അതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് ഒന്നെങ്കിൽ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവാം, അതുപോലെ ഘടന, ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവാം, അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതിൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ട് വ്യത്യസ്തത പുലർത്താം. അതുപോലെ എല്ലാ രീതിയിലും ഈ ഒരു ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്തത പുലർത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസ് എന്താണ്? ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളാണ്. അതുപോലെ സുഹൃത്തുക്കൾ, നമ്മുടെ നെയ്ബേഴ്സ്, ക്ലബ്ബുകൾ, ടീമുകൾ, കമ്മ്യൂണിറ്റികൾ, ഇതൊക്കെ സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസ് ആണ്. അപ്പം പരസ്പരം ഇടപഴകുകയും അതുപോലെ ഒരു സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പങ്കിട്ടിട്ട് ഒരു പ്രത്യേക യൂണിറ്റായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് സാമൂഹ്യ ഗണം. ഓക്കെ, ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് നോക്കാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ, സാമൂഹിക ഗണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തികളുടെ കൂട്ടം. നമ്മൾ പറഞ്ഞു സാമൂഹ്യ ഗണം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടമാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടമാണ്. എല്ലാ സാമൂഹ്യ സംഘങ്ങളിലും വ്യക്തികൾ ഉൾപ്പെടുന്നു. ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അത് കുറച്ച് ആളുകൾ തമ്മിൽ ഫോം ചെയ്ത ഗ്രൂപ്പുകളാണ്. അപ്പോൾ എല്ലാം വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. അതുകൊണ്ട് വ്യക്തികളുടെ ഒരു കൂട്ടമാണെന്ന് പറയാം. നെക്സ്റ്റ്, അംഗങ്ങൾക്കിടയിലെ പരസ്പര പ്രവർത്തനം. ഏതൊരു ഗ്രൂപ്പിലോ ആയിക്കോട്ടെ, എന്താണ് അംഗങ്ങൾ, ആ ഒരു മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം പ്രവർത്തിക്കും. ആ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എന്താണ് ആ അംഗങ്ങളുടെ ഒരു പരിശ്രമം ഉണ്ടാവും. ആ ഒരു പരസ്പര പ്രവർത്തനത്തെ നമുക്ക് പറയാം അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്. ഒരു ഗണത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അവർ കണക്റ്റഡ് ആണ് പരസ്പരം. അതുപോലെ പരസ്പര അവബോധം ഉണ്ടാവും. ഗണമായുള്ള ജീവിതത്തിൽ പരസ്പര അവബോധം അനിവാര്യമാണ്. അപ്പം നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുകളെ, നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ പറ്റിയിട്ട് നമുക്ക് ശരിയായ ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അതുപോലെ ഒന്നാണെന്ന ബോധം, ആ ഒരു യൂണിറ്റി ഉണ്ടാവണം. ഏതൊരു ഗ്രൂപ്പാണെങ്കിലും നമ്മൾ ഒന്ന് എന്ന ചിന്തയോടെയാണ് ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുക. അപ്പോൾ ആ ഒരു ഒന്നാണെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. പിന്നെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഐക്യവും സഹാനുഭൂതിയും. ഐക്യബോധവും സഹാനുഭൂതിയുമാണ് ഗണത്തിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അവർക്ക് ആ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു സഹാനുഭൂതിയും ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷനും കാര്യങ്ങളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഐക്യബോധവും സഹാനുഭൂതിയും ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് വേണ്ടതാണ്. നെക്സ്റ്റ്, പൊതു താല്പര്യങ്ങൾ. നെക്സ്റ്റ് ഒരു പ്രൈമറി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പൊതു താല്പര്യങ്ങൾ. പൊതു താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗണത്തിൻ്റെ താല്പര്യങ്ങളും ആദർശങ്ങളും പൊതുവായി ഉള്ളതായിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ആ ഒരു പൊതുവായിട്ടുള്ളൊരു താല്പര്യവും പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യവും പൊതുവായിട്ടുള്ള ആദർശങ്ങളും ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, സാമൂഹ്യ നിയമങ്ങൾ. സാമൂഹ്യ നിയമങ്ങളാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട്. അംഗങ്ങൾ അനുസരിക്കേണ്ട നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏതൊരു ഗ്രൂപ്പിനെ എടുത്താലും ആ ഒരു ഗ്രൂപ്പിന് ഒരു റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും ആ ഒരു നിയമങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏതൊരു ഗ്രൂപ്പും ആയാലും എന്താണ് സൊസൈറ്റിയിൽ നിലനിന്ന് പോകണമെങ്കിൽ ഒരു നിയന്ത്രണം അനിവാര്യമാണ്. അപ്പോൾ ഒരു സാമൂഹ്യ നിയമങ്ങൾ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്? 3 ആയിട്ടാണ് നമുക്ക് സോഷ്യൽ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്യാനുള്ളത്. പ്രാഥമിക ഗണം അഥവാ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡ് വൺ സെക്കൻഡറി ഗ്രൂപ്പ്, അഥവാ ദ്വിതീയ ഗണം, ആൻഡ് തേർഡ് വൺ തൃതീയ ഗണം, ടേഴ്ഷ്യറി ഗ്രൂപ്പ്.
ഓക്കെ, അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക ഗണം. പ്രാഥമിക ഗണം എന്ന് പറഞ്ഞാൽ ഗാഢസൗഹൃദം, മുഖാമുഖ ബന്ധം, സഹകരണം എന്നിവയാണ് ഈ ഗണങ്ങളുടെ സവിശേഷത. ഇത്തരം ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തമ്മിൽ വളരെ അടുത്ത അനൗപചാരികവും വ്യക്തിപരവുമായ പരസ്പര ബന്ധം നിലനിൽക്കുന്നു. പ്രാഥമിക ഗണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് 5 സവിശേഷതകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന, നമുക്കൊരു വളരെയധികം കണക്ഷനുള്ള, അതുപോലെ നമ്മുടെ ഒരു ഗാഢമായിട്ടുള്ള സൗഹൃദമുള്ള, അതുപോലെ നമ്മൾ എപ്പോഴും കോപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിളിനെയാണ് നമ്മൾ, ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിളാണ് പ്രൈമറി ഗ്രൂപ്പിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, അതുപോലെ നെയ്ബേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. അവിടെ അടുത്ത് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള, നമ്മൾ അനൗപചാരികമായ രീതിയിലുള്ള ഇടപഴകലും നമ്മുടെ അത്തരത്തിൽ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു പരസ്പര ബന്ധമൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിലാണ്. ഓക്കെ, അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ഗാഢമായ അടുപ്പം, ബന്ധത്തിൻ്റെ സാധാരണ സ്വഭാവം, താരതമ്യേന സുസ്ഥിരം, എണ്ണവും വലിപ്പവും കുറവ്, അംഗങ്ങൾക്കിടയിലുള്ള അടുപ്പം. അപ്പം അംഗങ്ങൾക്കിടയിലുള്ള അടുപ്പം പ്രൈമറി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഡീപ്പായിരിക്കും, ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ആ ഒരു എണ്ണവും വലിപ്പവും, ആ ഒരു പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ അത് അത്രയോ ആളുകൾ ഉൾപ്പെടുന്നതല്ല, ചെറിയ രീതിയിലുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെയൊക്കെ അത്ര സ്ട്രെങ്ത് അതിനുണ്ടാവുള്ളൂ. അതുപോലെ ബന്ധത്തിൻ്റെ സാധാരണ സ്വഭാവം, നമ്മൾ ഇൻഫോർമൽ വേയിലുള്ളൊരു ബന്ധമായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? മുഖാമുഖമായിട്ടുള്ളൊരു ബന്ധമാണ്. അതുപോലെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിലൊക്കെ വളരെ അടുത്ത വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും എന്ന് പറയാം. അതുപോലെ സഹകരണത്തിൻ്റെയും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൈമറി ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡറി ഗ്രൂപ്പാണ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഗണം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ വ്യക്തിപരമല്ലാത്തതും ഔപചാരികവും പരോക്ഷവുമായ ബന്ധം മാത്രമേ അംഗങ്ങൾ തമ്മിലുണ്ടാവൂ. ഇത്തരം ഗണങ്ങൾക്ക് താരതമ്യേന വലിപ്പം കൂടുതലായിരിക്കും. സുനിശ്ചിത ലക്ഷ്യങ്ങളുള്ളവനെ ആയിരിക്കും ഇത്തരം ഗണങ്ങൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഗ്രൂപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പിൽ നമുക്ക് നമ്മൾ അത്ര ഒരാളുമായിട്ട്, ആ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പരസ്പരമായിട്ട് ഒരു വ്യക്തിപരമല്ലാത്ത രീതിയിൽ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള കണക്ഷനും കുറച്ചുകൂടെ ഫോർമൽ വേയിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നൊരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഔപചാരികവും പരോക്ഷവുമായിട്ടുള്ളൊരു ബന്ധമാണ് ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നത്. അതുപോലെ വ്യക്തിപരമല്ലാത്തൊരു ബന്ധമായിരിക്കും. അതിൻ്റെ വലുപ്പവും എണ്ണവും പ്രൈമറി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് വലുതായിരിക്കും. എന്നുവെച്ചാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് അധികമുള്ളൊരു ഗ്രൂപ്പായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ്. അതുപോലെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിനുണ്ട്. ഓക്കെ, സവിശേഷതകൾ പറയുന്നത് നോക്കുക. ഔപചാരികമായ ബന്ധങ്ങളായിരിക്കും ഉണ്ടാവുക. ഭീമമായ വലുപ്പം, അംഗത്വം നിർബന്ധമല്ല, സജീവ അംഗങ്ങളും നിർജീവ അംഗങ്ങളും ഉണ്ടാവും. ആ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്, അതുപോലെ അത്ര ആക്റ്റീവ് അല്ലാത്ത ആളുകളുണ്ടാവും. പിന്നെ ബന്ധങ്ങൾ യാന്ത്രികമായിരിക്കും. അതുപോലെ ഔപചാരിക നിയമങ്ങൾ ഉണ്ടായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിനെ സംബന്ധിച്ച്. അതുപോലെ വ്യക്തിയുടെ പങ്ക് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഒരു പദവി നിശ്ചയിക്കുന്നുണ്ട്. ലക്ഷ്യോന്മുഖം, കുറച്ചുകൂടെ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും സെക്കൻഡറി ഓർ ദ്വിതീയ ഗണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിന് നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ്, അതുപോലെ സ്പോർട്സ് ടീംസ് ഒക്കെ ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾസ് ആണ്. അതൊക്കെ കുറച്ച് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഗോളിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവുക, ആ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടാവുക. അതിലുള്ള ആളുകളും അത്തരത്തിലുള്ള ബന്ധമായിരിക്കും നിലനിർത്തിക്കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ക്ലാസിഫിക്കേഷനാണ് തൃതീയ ഗണം അഥവാ ടേഴ്സറി ഗ്രൂപ്പ്. ഇപ്പോൾ ടേഴ്സറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അകന്ന ബന്ധമാണ് തൃതീയ ഗണങ്ങളിലുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൈമറി ഗ്രൂപ്പിനെ പോലെയോ സെക്കൻഡറി ഗ്രൂപ്പ് പോലെയോ അല്ല, അതിനേക്കാൾ അകന്നൊരു ബന്ധമായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത് നോക്കുക, ലേബർ യൂണിയനുകൾ. ലേബർ യൂണിയനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായാലും അവിടെ യൂണിയൻ ഉണ്ടാവും ഏതൊരു ഓർഗനൈസേഷനിൽ. അപ്പോൾ ആ ഒരു ലേബർ യൂണിയനായിട്ടൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യകതകൾ പറയാനും നമുക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. അവിടെയായിട്ട് നമുക്ക് ആ ഒരു പേഴ്സണൽ ടച്ചോ അല്ലാതെ ആ ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ളൊരു ഗണം അഥവാ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടേഴ്സറി അഥവാ തൃതീയ ഗണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ അകന്ന ബന്ധമായിരിക്കും. അതുപോലെ അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവും.
വലുപ്പവും എണ്ണവും ഒക്കെ എന്താണ് കൂടുതലായിരിക്കും, ആളുകളൊക്കെ വളരെയധികം ഉണ്ടാവും. അതുപോലെ എന്താണ് ലേബർ യൂണിയനും പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെയാണ് അതിന് ഈ ഒരു തൃതീയ ഗണത്തിന് എക്സാമ്പിൾസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രാഥമിക ഗണവും ദ്വിതീയ ഗണവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രൈമറി ഗ്രൂപ്പ് അഥവാ പ്രാഥമിക ഗണം നോക്കാം. പ്രാഥമിക ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലീനെ കൺസിഡർ ചെയ്തിട്ട് നോക്കുക. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ചെറുതാണ്. അതുപോലെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രാഥമിക ഗണം അഥവാ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. പൊതുവായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. അതുപോലെ വളരെ അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗ്രാമസമൂഹത്തിൽ കാണപ്പെടുന്നു, മുഖാമുഖ ബന്ധം, അതൊക്കെയാണ് ഈ ഒരു പ്രാഥമിക ഗണത്തിന് നമ്മൾ ഡിഫറൻസ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗ്രാമസമൂഹത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു റൂറൽ ഏരിയാസിൽ അധികം ഉണ്ടാവില്ല. ഇങ്ങനൊരു വലിയൊരു ഓർഗനൈസേഷൻസും അതിൽ വരുന്ന കാര്യങ്ങൾ, ക്ലബ്ബുകൾ, അത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊന്നും നമുക്ക് കമ്പയർ ചെയ്യുമ്പം എവിടെ ഉണ്ടാവില്ല ഈ ഒരു ഗ്രാമസമൂഹങ്ങളിൽ. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും ആളുകളും, അതുപോലെ ആ ഒരു സർക്കിൾ കുറച്ചുകൂടെ വലുതായിരിക്കും. അതുപോലെ എന്താണ്? വളരെ കുറഞ്ഞ ആശയവിനിമയം. ഈ ഒരു സെക്കൻഡറിയിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഫോർമൽ വേയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് കുറഞ്ഞ ഒരു ആശയവിനിമയം അവിടെ നടക്കുന്നുള്ളൂ. നമ്മൾ പ്രാഥമിക ഗണത്തിൽ എന്താണ് നമ്മൾ വളരെ ഇൻഫോർമൽ വേയിലായിരിക്കും സംസാരിക്കുന്നതും ആ ഒരു രീതിയിലുള്ള ബന്ധമായിരിക്കും നമ്മൾ മറ്റുള്ളവരിലേക്ക് പുലർത്തുന്നത്. അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യും. അതുപോലെ വളരെ കാലം ലോങ് റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധവും അതുപോലെ ലോങ് റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. ദ്വിതീയ ഗണം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആശയവിനിമയം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ എന്താണ് ലക്ഷ്യം മുൻനിർത്തിയിട്ടായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഗ്രൂപ്പൊക്കെ ആയിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വ്യക്തിപരമല്ലാത്തത്. ആരും പേഴ്സണലി അങ്ങനെ ഒരു കണക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ബന്ധം പുലർത്തുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് വ്യക്തിപരമല്ലാത്തത് എന്ന് പറയുന്നത്. നഗര സമൂഹത്തിൽ കാണപ്പെടുന്നു. വളരെ അകന്ന ബന്ധങ്ങളാണ് ദ്വിതീയ ഗണത്തിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. സമൂഹവും ഗണവും തമ്മിൽ, ഗ്രൂപ്പും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സൊസൈറ്റിനെ നോക്കാം. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ടാണ് സമൂഹം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നേരെ മറിച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ വ്യക്തികളുടെ കൂട്ടമാണ് ഗണം അഥവാ ഗ്രൂപ്പ്. അത് വ്യക്തികൾ തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെയും ഒന്നിച്ചുള്ള ആ ഒരു മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് സമൂഹം. ഓക്കെ, പിന്നെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ എന്താണ്? പൊതു താല്പര്യം, പൊതു ലക്ഷ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. സമൂഹത്തിൽ എല്ലാ മനുഷ്യരും അടങ്ങിയതാണ് ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണ് ഒരു പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ഇത് ജനറൽ ആയിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന പോലെയാണ് സമൂഹം നമ്മൾ സൊസൈറ്റിയെ കൺസിഡർ ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനം. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിന് ഒരു ഐക്യബോധമോ സാമുദായിക വികാരമോ ആവശ്യമില്ല. പക്ഷേ ഗണം അഥവാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എന്ന ചിന്തയോടെയാണ് ഒരു ഗണം, ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുക. സൊസൈറ്റിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഐക്യബോധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഗ്രൂപ്പിന് നമ്മളൊന്നെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അതൊരു ഗ്രൂപ്പ് പോകുന്നത്. അതുപോലെ സമൂഹം സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കാം ഒരു ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അഥവാ ഒരു ഗണം താൽക്കാലികമാണ്. നെക്സ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹം ഗണങ്ങളുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞു. ഈ ഒരു സൊസൈറ്റിയിൽ പലതരം ഗ്രൂപ്പുകളും എല്ലാം അടങ്ങിയിട്ടുള്ള മൊത്തത്തിൽ നമ്മൾ ജനറലി വിളിക്കുന്നതാണ് സൊസൈറ്റി അഥവാ സമൂഹം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഫോം ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യാതെ അതുപോലെ വ്യക്തികളുടെ ഒരു കൂട്ടമായിട്ട് രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗണം വ്യക്തികൾ ചേർന്നതാണ്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളുടെ സംഘമാണ് സമുദായം. ആ ഒരു വ്യക്തികളെ ഫോം ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പ് പോലെയുള്ള നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ മൊത്തത്തിലാണ് നമ്മളൊരു സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, ഗ്രൂപ്പിന് എന്താണ് പൊതു താല്പര്യങ്ങളുടെ സാഫല്യത്തിനായിട്ടാണ് ഒരു ഗണത്തിലെ അംഗങ്ങൾ ഒരേ തലത്തിൽ പെരുമാറുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു കാര്യം ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഗ്രൂപ്പ് ഒരേ തലത്തിൽ പെരുമാറുന്നത്. പക്ഷേ സമുദായം എങ്ങനെയാണ്? ഒരു സമുദായത്തിൽ എന്താണ് പൊതു ലക്ഷ്യങ്ങൾ അത്ര വ്യാപകമോ ഏകീകൃതമല്ല. ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രത്യേകമായിട്ടൊരു ലക്ഷ്യം നിറവേറണമെന്നോ അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല സമുദായം അഥവാ കമ്മ്യൂണിറ്റി. അതുപോലെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഗണങ്ങൾ താൽക്കാലികമാണ്. പക്ഷേ സമുദായം എന്താണ്? സമുദായങ്ങൾ താരതമ്യേന എന്താണ് സുസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സമുദായം. അതുപോലെ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗണങ്ങൾ സമുദായത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ഗ്രൂപ്പ് എന്താണ്? ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് പറയാം. പക്ഷേ സമുദായത്തിൽ എന്താണ് ഒന്നിലധികം ഗണങ്ങളുണ്ടാവും. അപ്പം ഗ്രൂപ്പ് സമുദായത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. പക്ഷേ സമുദായത്തിൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ആണ്. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ആ ഗ്രൂപ്പിനോട് വ്യക്തി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം കുടുംബം, ക്ലാസ്, അതൊക്കെയാണ് ഇൻ ഗ്രൂപ്പിൽ വരുന്നത്. ഒരു വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുക. ആ ഗ്രൂപ്പിൽ ആ ഒരു വ്യക്തി വളരെയധികം ബന്ധം സ്ഥാപിച്ചിരിക്കുക, അതുപോലെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധവും ഇടപഴകലും ആയിരിക്കും ഇൻ ഗ്രൂപ്പിൽ ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് ഫാമിലി, അതുപോലെ ക്ലാസ് ഒക്കെ. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔപചാരികമായിട്ട് സംഘടിതരോ അല്ലാത്തവരോ ആയ വ്യക്തികൾ ഉൾപ്പെട്ടതാണ് അന്യഗണങ്ങൾ. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർമൽ വേയിൽ ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ആ ഒരു പരസ്പരം ബന്ധപ്പെടുന്നതൊക്കെ എന്താണ് വളരെ റയർ ആയിട്ടായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ ഗ്രൂപ്പ് ഫാമിലി പോലെ ആയിരിക്കില്ലല്ലോ, നമ്മൾ കുറച്ചുകൂടെ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ സംഘടിതരോ അല്ലാത്തവരോ ആയിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെട്ട ഗണങ്ങളെയാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് എന്താണെന്നാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായത്. സാമൂഹിക സംഘങ്ങൾ എന്താണെന്ന്. അപ്പോൾ നമുക്കറിയാം സാമൂഹിക ഗണം അഥവാ സാമൂഹിക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു പരസ്പരം ഇടപഴകുകയും അതുപോലെ സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ഒക്കെ പങ്കിട്ടിട്ട് ഒരു പ്രത്യേക യൂണിറ്റായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സാമൂഹിക ഗണം അഥവാ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്? പല രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിൻ്റെ വലിപ്പം, ഘടന, ഒരു സ്ട്രക്ചർ, അവരുടെ ആ ഒരു ലക്ഷ്യം, ഉദ്ദേശം എന്നിവയിലൊക്കെ എന്താണ് അവർക്ക് വ്യത്യസ്തത പുലർത്തുന്നുണ്ടാവും. പക്ഷേ എന്താണ് വ്യക്തികളുടെ വ്യക്തിത്വങ്ങളോ അതുപോലെ പെരുമാറ്റങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഈ ഒരു ഗ്രൂപ്പുകൾക്ക് എന്താണ് ഒരു പ്രധാന റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ക്ലബ്ബുകൾ, ടീമുകൾ, കമ്മ്യൂണിറ്റികൾ, ഇതൊക്കെ എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് അപ്പോൾ പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നതാണ് കുടുംബം ഒക്കെ കേട്ടോ. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് നോക്കിയ അപ്പോൾ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സോഷ്യൽ ഗ്രൂപ്പിനെ: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. അതുപോലെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പിന് എന്തൊക്കെയാണ് വ്യക്തികൾ ഫോം ചെയ്യുന്നതാണെന്ന് നമ്മൾ നോക്കി. അതുപോലെ എന്താണ്